100% ഒരാളുടെ പേഴ്സണൽ ചോയ്സാണ് കല്യാണം, ഫാമിലി, പാർട്ട്ണർഷിപ്പ്, കമ്പാനിയൻഷിപ്പ് എന്നുള്ളതൊക്കെ. ഒരു കാര്യം എനിക്ക് തോന്നുന്നത്, പലപ്പോഴും നമുക്ക് കമ്മിറ്റ്മെൻറ്റുകളോട് പേടിയാണ്. ഇന്നത്തെ തലമുറയ്ക്ക് കമ്മിറ്റ്മെൻറ്റുകളോട് പേടിയാണ് എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. സിറ്റുവേഷൻഷിപ്പ് എന്നൊക്കെ ഉള്ളൊരു വാക്കുകളൊക്കെ ഇപ്പോൾ വരുന്നുണ്ടല്ലോ. ഈ കമ്മിറ്റ്മെൻറ്റുകളോടുള്ള പേടി അവരുടെ ഹെൽത്തിനെയും ബാധിക്കും. ഹെൽത്തി ആയിരിക്കുക എന്നുള്ളത് വലിയൊരു കമ്മിറ്റ്മെൻ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കമ്മിറ്റ്മെൻറ്റിനോട് പേടിയാണെങ്കിലും ആ കമ്മിറ്റ്മെൻറ്റിനോടുള്ള പേടി ഹെൽത്തിനെയും ബാധിക്കുന്നുള്ളതാണ് സത്യം. ഞാനിങ്ങനെയൊക്കെ ആയിക്കോട്ടെ എന്നുള്ളതാണ്. ഞാൻ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസർ ഒരു റീലിൽ ഞാൻ കേട്ടിട്ടുണ്ട്, ഇറ്റ് ഈസ് ഓക്കെ ടു നോട്ട് ബി ഓക്കെ. ഓക്കെ അല്ലാതിരിക്കുന്നതും ഓക്കെയാണ് എന്നാണ്. അത് തെറ്റായ ടെൻഡൻസിയാണ്. നമ്മൾ ഓക്കെ അല്ലാതിരിക്കുന്നിടത്ത് നമ്മൾ ഹാപ്പി ആവണം എന്നല്ല. പക്ഷെ ഓക്കെ അല്ലാതിരിക്കുന്നിടത്ത് നമ്മൾ ഹാപ്പി ആവാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കണം. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഓക്കെ അല്ലാതിരിക്കുന്നത് മനസ്സിലാക്കാൻ പറ്റണം. നിങ്ങൾക്ക് എന്നിട്ട് തിരുത്താൻ പറ്റണം. അല്ലെങ്കിൽ ഓക്കെ അല്ലാതിരിക്കുന്നത് ഓക്കെ ആണ് എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താ? ജീവിതകാലം മുഴുവൻ ഓക്കെ അല്ലാതിരിക്കണം. അതിനർത്ഥമില്ലല്ലോ. അപ്പോൾ ആ ഇൻഫ്ലുവൻസർ ഏറ്റവും ട്രെൻഡിങ് ആയ ഒരു വീഡിയോ ആയി ഞാൻ കണ്ടതാണ്. സോ അങ്ങനെ ഒരു കൺസെപ്റ്റിനോട് എനിക്ക് യോജിപ്പില്ല. മറിച്ച് ഓക്കെ അല്ലാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ഓക്കെ അല്ലാതിരിക്കുന്നത് തിരിച്ചറിവ് ഉണ്ടാവുകയും ഇനി ഓക്കെ ആവാൻ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലുത്. അതിനൊക്കെ വേണ്ടത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു കമ്മിറ്റ്മെൻ്റ് ആണ്. ആ കമ്മിറ്റ്മെൻ്റ് ഇല്ലായ്മ ഹെൽത്തിനെയും സൊസൈറ്റിയൊക്കെ ബാധിക്കും എന്നുള്ളതാണ് സത്യം. 100% ഫാമിലി, കല്യാണം എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. അതൊക്കെ പറയുമ്പോഴും അതോടെ പേഴ്സണൽ ചോയ്സാണ്. പക്ഷേ കമ്മിറ്റ്മെൻറ്റുകളോട് ഭയമില്ലാതിരിക്കുക, കമ്മിറ്റ്മെൻറ്റുകൾ നമുക്ക് ചെയ്യാൻ പറ്റുക, എടുത്ത കമ്മിറ്റ്മെൻറ്റ് 100% നമുക്ക് പ്രാക്ടിക്കലി പോസിബിൾ ആക്കാൻ പറ്റും.